ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഗൈസ്, ഞാൻ 10-24 വർഷമായി എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം കേട്ടോ ഇന്ന് ഞാൻ കണ്ടത്. ഞാൻ ബാംഗ്ലൂർ തിരിച്ചെത്തിയായിരുന്നു. അപ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. അവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് എന്തുവാണെന്നറിയാം ഗൈസ്, ആലിപ്പഴം വീണ് ഗൈസ്. എന്താ ഗൈസ്? നല്ല എന്താ പറയുന്നത് അറിയില്ല ഗൈസ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് വീണുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നില്ല ഗൈസ്, അത്രത്തോളം ആലിപ്പഴം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വേണ്ട അത് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. കുറേ വീണു, കുറേയെന്ന് വെച്ചാൽ വലുതും ചെറുതുമായിട്ടുള്ള കുറേ ആലിപ്പഴം വീണ്. ഭയങ്കര സന്തോഷം കേട്ടോ ഇത് കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് പനിയാണ്, എൻ്റെ വോയിസ് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കാതെ അത് നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. എന്താ ഇത്? എന്തോ പഴമാ? ഒന്ന് ഗൈസ്, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മുടെ ദേഹത്തോട്ട് വന്ന് വീഴുമായിരുന്നു. വട്ടഫീൽ ഭയങ്കര മഴ കേട്ടോ. ഞങ്ങൾ മഴയെല്ലാം വെച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ പടാന്ന് വീഴുന്നു. നേരെ വന്ന് നമ്മുടെ മുറിക്കകത്തോട്ട് ഇങ്ങനെ അടിച്ച് കയറുമായിരുന്നു. ഇപ്പോഴും ഓരോന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മഴ കേട്ടോ, നല്ല മഴയാണ്. അങ്ങനെ ഞാൻ ആലിപ്പഴം ശരിക്കും കണ്ടു. ഞാൻ ഇതുവരെ അങ്ങനെ ശരിക്കും കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഇന്ന് ഞാൻ നല്ലോണം എക്സ്പ്ലോർ ചെയ്തു. അതുമാത്രം ഉണ്ടായിരുന്നു. അച്ഛനോട് എന്താ കണ്ടേന്ന് ചോദിക്കാവേ. കണ്ടേ? എന്താ പടോ? ഇതിവിടെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കട്ടെ, അവൻ കളിയാ. അച്ഛോ വീഴും. ഫ്രിഡ്ജിന്റെ അടുത്ത് വെള്ളം പോലുണ്ട്. ഭയങ്കര മഴ കേട്ടോ, ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്. ഇവിടെ ഒരു കണ്ട മഴയത്ത് കളിക്കുകയാണ്. ഭയങ്കര മഴയാണ്, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇത്രയും നാളും കൊടും ചൂടിൽ നിന്ന് ഇന്നാണ് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ആദ്യമായിട്ട് മഴ കാണുന്നത്. നല്ല ഇടി കിട്ടുന്നുണ്ട്. എന്തോ വീഴുന്ന വെച്ചു? ആലിപ്പഴം വീഴുന്നുണ്ട് ഗായ്സ്. അയ്യോ, ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്നു. എപ്പം നിൽക്കുമെന്ന് അറിയില്ല. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ, ചുഴലിക്കാറ്റ് പോലെ. ഇവിടെ ഒരു ഭയങ്കര കളിയാണ്. അവനൊക്കെ വല്ലപ്പോഴാണ് മഴയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണ്. അങ്ങനെ ഗൈസ്, സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. അവസാനം ബാംഗ്ലൂർ വരേണ്ടി വന്നു ഈ ആലിപ്പഴമൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ തന്നെ ഞങ്ങളതെല്ലാം എടുത്ത് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് നിന്ന് കളിക്കാൻ ഞങ്ങൾ ഓരോന്ന് വീഴുന്തോറും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു കേട്ടോ ഓരോന്നും എടുത്തത്. അങ്ങനെ അറ്റ്ലീസ്റ്റ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി. രത്തിനെ കാണുന്നില്ലല്ലോ, അന്യനാണോ? മുടി മാറ്റി. നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഇവിടെ എല്ലാം മരങ്ങളെല്ലാം വീണ് കിടപ്പുണ്ട്. നല്ല ഇടിയും വെട്ടുന്നുണ്ട്. അപ്പം നിങ്ങളവിടെ മഴ പെയ്തു ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ കറണ്ട് ഇല്ല ഗൈസ്, കറണ്ട് ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു അച്ചു എക്സ്പീരിയൻസ്? ആലിപ്പഴം വീണതിൻ്റെ എക്സ്പീരിയൻസ് പറയൂ. അച്ചു ആദ്യമായിട്ടാണോ കാണുന്നേ? ആണോ ഗൈസ്? റോഡിൽ നിന്ന് ഇങ്ങനെ വണ്ടിയുടെ വെട്ടം ഇങ്ങനെ അടിക്കാതെ ഞങ്ങളുടെ മുഖത്ത് വെട്ടം പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ആലിപ്പഴം വീണത്? സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇവൻ കഴിച്ചു കേട്ടോ. ഇവിടെ എല്ലാം അഴുക്കായിരുന്നു, എന്നിട്ട് അവനെടുത്ത് കഴിച്ചു. ഓക്കെ, അപ്പം ഇന്നൊക്കെ ഇത്ര ഉള്ളായിരുന്നു ഗൈസ്. വീഡിയോ എന്ന് പറയുന്നത് ചെറിയ വീഡിയോ ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റഡ് ചെയ്തിട്ട് നമ്മൾ എടുത്തതല്ല. പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തോന്നി.
അപ്പോൾ അത്രേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നീല. ടാറ്റാ ടാറ്റാ ടാറ്റാ.